നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ ഇന്നലെ ഇട്ടിരുന്ന വീഡിയോ കുറേ പേര് കണ്ടു എന്ന് എനിക്കറിയാം. ഞാൻ അതിൽ കാര്യമായിട്ട് എൻ്റെ പ്രേക്ഷകരോട് ചോദിച്ചിരുന്നത്, അതായത് ഇന്നത്തെ ഈ ചൂടിന് കുറവുണ്ടാവാനായിട്ട് എന്തൊക്കെ ചെയ്യണമെന്ന് ഞാൻ കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ വെച്ചിരുന്നു. അതിൽ നിങ്ങളുടെ കൂടി നിർദ്ദേശങ്ങൾ പറയാൻ പറഞ്ഞിരുന്നു. അതിൽ കാര്യമായിട്ട് പറഞ്ഞത് രുക്മിണിമാരാണ് കേട്ടോ. ആൾ പറഞ്ഞാൽ വെള്ളം ധാരാളം കുടിക്കാമെന്ന് പറഞ്ഞു, ജ്യൂസ് കഴിക്കുക, പലതരത്തിലുള്ള പാനീയങ്ങൾ ഉണ്ടാക്കി കഴിക്കാമെന്നൊക്കെ പറഞ്ഞു. അതിൽ മാങ്ങ ജ്യൂസ് കൂടി പറഞ്ഞു. പഴുത്ത മാങ്ങയേക്കാളും നല്ലത് പച്ചമാങ്ങയാണ് തന്നെയാണ് ആൾ പറഞ്ഞത്. ശരി തന്നെയാണ് കേട്ടോ. അത് പഴുത്ത മാങ്ങ കഴിച്ചാൽ നല്ല സഞ്ചാരം ഉണ്ടാവും എന്നാണ് പറയുക. സഞ്ചാരം മീൻസ് ഒരു അസ്വസ്ഥതയാണ്, ഭയങ്കര പുകച്ചിലൊക്കെ തോന്നും അത്ര. അത് ശരി തന്നെ. പിന്നെ മധുരമാണല്ലോ. പച്ച മാങ്ങ കൊണ്ട് വെള്ളം ഉണ്ടാക്കി കഴിക്കാമെന്ന്. മാങ്ങ സംഭാരം നമ്മൾ ഉണ്ടാക്കാറുണ്ട് അല്ലേ. പച്ചമാങ്ങ പൊട്ടിച്ച് അത് ചതച്ചിട്ട് നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ച് അതിൽ പച്ചമുളകോ അല്ലെങ്കിൽ കറിവേപ്പിലയോ അങ്ങനെ ഉപ്പ് ഒക്കെ നന്നായിട്ടിട്ട്, പച്ചമുളക് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. മാങ്ങയും ഉപ്പും കറിവേപ്പിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് അടിച്ചിട്ട് പച്ച വെള്ളം ഒഴിച്ചിട്ട് അത് കുടിച്ചാൽ നല്ല രസമാണ്. പണ്ട് നമ്മൾ കുട്ടിക്കാലത്ത് അങ്ങനെ ഉണ്ടാക്കി കഴിക്കാറുണ്ട്. അതായത് അന്ന് കളിക്കുമ്പോൾ, ഈ സമയത്ത് കളി എന്ന് വെച്ചാൽ ഈ ഷഷ്ടിയൊക്കെ കഴിഞ്ഞ് കാവടിയാട്ടമൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ കളി. അപ്പോൾ പാനകം ഉണ്ടാക്കാന്ന് പറയും. പാനകം ഉണ്ടാക്കും. പാനകം അങ്ങനത്തെ എരിവും പുളിയും ഒക്കെയുള്ള സാധനമാണല്ലോ പാനകം. അതേപോലെ മാങ്ങ കൊണ്ടൊരു പാനകം ഉണ്ടാക്കിയിട്ടായിരുന്നു അന്ന് നമ്മൾ ഷഷ്ടി ആഘോഷിച്ചിരുന്നത്. എന്ന് വെച്ചാൽ കുട്ടികൾ കേട്ടോ. അപ്പം നല്ലതാണ്. രുക്മിണിമാരുടെ സജഷൻ വളരെ നല്ലതാണ്. മാങ്ങ, അതും പച്ച മാങ്ങ കൊണ്ട് സംഭാരം ഉണ്ടാക്കി കഴിക്കാം. നമുക്കൊരു ദിവസം ഉണ്ടാക്കാം കേട്ടോ. ഞാൻ മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാലും പച്ചമാങ്ങ കിട്ടുമ്പോൾ നല്ലത് മൂവാണ്ട മാങ്ങ. അധികം പുളി പാടില്ല, എന്നാൽ പുളിത്തിരിശ വേണം താനും. അങ്ങനത്തെ മാങ്ങയാണ് ഉണ്ടാക്കുക. സംഭാരമല്ല, മാങ്ങ സംഭാരം തന്നെ പറയാം. അപ്പോൾ ആ നല്ല അഭിപ്രായത്തിന് പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു ഞാൻ. അതുപോലെ തന്നെ വേറെ ആൾക്കാർ നന്നായിട്ട് ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ഞാനിപ്പോൾ പറയുന്നില്ല, കാരണം എനിക്കിന്ന് വേറെ ഒരു കാര്യം. ഇന്നലെ ഞങ്ങൾ വൈകുന്നേരം ഒരു വീട് താമസത്തിന് പോയിട്ടോ. രാജേട്ടൻ്റെ അനിയത്തി ശാന്തയുണ്ട്. ശാന്തയുടെ മകൻ ബിനിൽ കുമാറിൻ്റെയും പ്രമിതയുടെയും വീട്, പുതിയ വീടാണ്. ആധുനിക സൗകര്യങ്ങളെല്ലാം ഒത്തുചേർന്ന ഒരു ബെസ്റ്റ് വീട് കേട്ടോ. നല്ല വീടാണ് അത്. എൻ്റെ വീട് താമസം പാലുകാച്ചലും അതുപോലെ തന്നെ ഗണപതി ഹോമൊക്കെ കഴിഞ്ഞിട്ട് ഒരാഴ്ചയായി. ഇന്നലെ ആയിരുന്നു അതിൻ്റെ എല്ലാവരും കൂടി ഒത്തുചേർന്നിട്ട് ഒരു ഡിന്നറൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വൈകുന്നേരം 6 മണിക്ക് അവിടെ എത്തി. വീടൊക്കെ കണ്ടു. അടിപൊളി സ്ഥലം, ടൗണിനോട് ചേർന്നിട്ടുള്ള സ്ഥലമായതുകൊണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അവിടെ. അപ്പോൾ ആ വീട് അടിപൊളി വീടാട്ടോ. മുറ്റത്തൊക്കെ നല്ല ടൈൽസൊക്കെ ഇട്ട്, പുല്ലൊക്കെ വെച്ച്, ഗാർഡനൊക്കെ സെറ്റ് ചെയ്ത്, പിന്നെ വീടും അടിപൊളി, എല്ലാ സൗകര്യമുണ്ട്. അടുക്കളയൊക്കെ സൂപ്പറാണ് കേട്ടോ. ഒന്ന് കാണാം കേട്ടോ നമുക്ക്. ആ വീട്ടിൽ താഴത്തെ 2 ബെഡ്റൂം, മുകളിൽ 2 ബെഡ്റൂം, അങ്ങനെയാണ്. ബാക്കിയൊക്കെ നമുക്ക് നേരിട്ട് കാണാം. നല്ല വീടാട്ടോ. ഒന്ന് വരൂ, നമുക്ക് പോവാം കേട്ടോ.
അവിടെ വെറുതെ ഓപ്പൺ ഡ്രസ്സാണ്. അജിത്തൂടെ ശരിയ അതിൻ്റെ മുകളിൽ ടാങ്ക് വെച്ചിട്ടുണ്ട് കണ്ട. അവിടെ സോളാറൊക്കെ വയ്ക്കാൻ സൗകര്യം ഉണ്ടെന്നാണ് പറഞ്ഞത്. വാട്ടർ ടാങ്ക് ഇവർക്കൂടെ തോരിടും ചെയ്യാം. ഏത് അത് ഇവരുടെ തന്നെ, ഇവരുടെ മിറ്റാന്ന് പറഞ്ഞത്. അടിയത്തെ ടൈൽസ് ഇട്ടിട്ടുണ്ട്. ഇത് ഇവരുടെ മിറ്റ, ഇവരുടെ മുറ്റം. അപ്പം ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് ബിനിൽ കുമാറിൻ്റെ രാജേട്ടൻ്റെ അനിയത്തി ശാന്തയുടെ മോൻ്റെ വീട് താമസമാണ്. ബിനിൽ കുമാറും പ്രമിതയാണ് ഇതിൻ്റെ ഓണർമാർ അല്ലേ. 3 മക്കൾ, സിംഗപ്പൂരാണ് അവർ ജോലി. നല്ല പുതിയ വീട്, 4 ബെഡ്റൂം, എല്ലാ സൗകര്യങ്ങളുള്ള വീട്. അപ്പോൾ കണ്ടില്ലേ, നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരൂ കേട്ടോ. നല്ല വീടല്ലേ. നമ്മളിപ്പോൾ നിൽക്കണത് പുറത്ത് ഓപ്പൺ ടെറസിലാണ് നിൽക്കണത്. ഒരു സദ്യ കഴിക്കാം. മുകളിലേക്ക് കയറാൻ കോണിയുണ്ട്. എവിടെ നമുക്ക് ഉള്ളിലേക്ക് പോവാൻ ഇനി വർത്താനം പറയാമല്ലോ അവരായിട്ടല്ലേ. വരൂ, അപ്പോൾ അതിനടച്ചോളൂ കേട്ടോ. എന്താ നല്ല അടിപൊളിയുണ്ട്. ആ താഴത്തില്ലേ പിന്നെ ആ കണ്ണാടി വെച്ചിട്ട്. ഇത് മാത്രമല്ല, അവിടെ ഒരു കണ്ണാടി വെച്ചിട്ടില്ലേ. ഇത് ഭംഗിയുണ്ട് കാണാനായിട്ട്. ആ സ്വാമിയുടെ റൂം കണ്ടില്ലേ? ഏത് കോണി സൂപ്പറാ. ഗംഭീരട്ടാ. പിന്നെ അടിപൊളി, സൂപ്പർ, കൺഗ്രാജുലേഷൻ. ഇക്കിരി സ്വാമി മുറി എന്തിരിഷ്ടമായേ ഇത്. അടിപൊളിയുണ്ട് കേട്ടാ. കൃഷ്ണനൊക്കെ സൂപ്പർ. ഒന്ന് പേരൊന്നുകൂടി പറയോ? സുഹൈമത്ത്. മറക്കാണ്ടിരിക്കാൻ 2 പ്രാവശ്യം ചോദിക്കണം കേട്ടാ. അയാളെ പഠിച്ചോ? ജ്യോതി ടീച്ചറാണോ? അതെ. എവിടെ? MES എവിടെ? പടിഞ്ഞാറേ വെമ്പല്ലൂർ.
പിടിച്ചിട്ടുണ്ട് കേട്ടോ, ഹന്നിക്കുട്ടിയുടെയും അമ്മയുടെയും. എന്തിനു വർക്ക് ചെയ്യണ്ടോ? ഓറിയന്റൽ ഇൻഷുറൻസ്. ഓക്കെ. ഇപ്പം മോളെ എനിക്ക് അത്രയ്ക്ക് ഓർമ്മയുണ്ടായില്ല. അമ്മ പണ്ട് പെട്ടെന്ന് ഓർമ്മ വന്നു കേട്ടോ. മോള് വലുതായ കാരണം എനിക്ക് ഓർമ്മ കിട്ടാൻ. ശരി ശരി. ചേച്ചിക്ക് ഇപ്പോൾ ഓർമ്മ വന്നോ? നല്ലോണം. ഞങ്ങൾ ഇവരെ വീട് താമസത്തിന് പോയിട്ടുണ്ട്. വന്നിട്ടുണ്ട് അവിടെ. ചങ്ങനകുട്ടിയേട്ടൻ്റെ വീടിൻ്റെ ആ സൈഡിൽ കൂടെ അങ്ങോട്ട് പോകുമ്പോഴാണ് ഇവരെ വീടായിരുന്നത്. ഞങ്ങൾ ഇറങ്ങട്ടെ ഏട്ടാ. മോനാ? ആ മോനാണ്. 2 ആൺകുട്ടികളും. അതെ അല്ലേ? ഇയാള് NSS ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഫസ്റ്റ് ഇയർ. മോൻ +1. ആളെന്ത് ചെയ്യണേ? ഫൈനാൻസ് കോളേജിൽ അധ്യാപന. എവിടെ? ഫൈനാൻസ് കോളേജിൽ. ഫൈനാൻസ്. ചെമ്പുകാരൻ. ശരി.